ജാഫർ സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് സുംബ ഫിറ്റ്നസ് ഡാൻസിനെ കുറിച്ചാവാം. 90കളുടെ അവസാനം കൊളംബിയയിലാണ് ഈ ഫിറ്റ്നസ് ഡാൻസ് ആദ്യമായി ആവിഷ്കരിക്കപ്പെടുന്നത്. കൊളംബിയൻ ഡാൻസറും കോറിയോഗ്രാഫറും കായികാധ്യാപകനുമായ ആൽബർട്ടോ ബെറ്റോ പെരേസാണ് ഈ വ്യായാമ രീതി ആവിഷ്കരിച്ചത്. എന്നാൽ ഇന്ന് ലോകത്ത് ഏതാണ്ട് 180 രാജ്യങ്ങളിലായി 20 ദശലക്ഷത്തോളം ആളുകൾ ഈ വ്യായാമ രീതി പരിശീലിക്കുന്നുണ്ട്. ഏത് പ്രായക്കാർക്കും ഈ വ്യായാമ രീതിയിൽ ഏർപ്പെടാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറുപ്പം മുതൽ ജൂംബ ഫിറ്റ്നസ് ഡാൻസ് പരിശീലിക്കുന്നവർക്ക് ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എന്നിവയിൽ നിന്നൊരു പരിധിവരെ മോചനം നേടാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ സുംബ ഫിറ്റ്നസ് ഡാൻസ് ആവാം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. അതിന്ന് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പേരിൽ മാത്രം ജ്ഞാനമുള്ള ചില അല്പജ്ഞാനികൾ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറയുന്നത് അല്പവസ്ത്രം മാത്രം ധരിച്ച് കുട്ടികൾ ഒരുമിച്ച് ഈ ഡാൻസ് ചെയ്യുന്നത് പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത് എന്ന് ഇവർ ഒന്ന് തെളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒളിഞ്ഞു നോക്കാതെ ക്യാമ്പസിലേക്ക് വന്നാൽ നമുക്കറിയാം. NSSും NCCയും അതുപോലെ SPCയും കരിയർ ഗൈഡൻസ് സെല്ലും ഫോറസ്ട്രി ക്ലബ്ബും നാച്ചുറൽ ക്ലബ്ബും തുടങ്ങി കുട്ടികളുടെ മാനസികോല്ലാസത്തിന് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഇന്ന് സ്കൂളുകളിലുണ്ട്. സമൃദ്ധമായ ഉച്ചഭക്ഷണ രീതിയുണ്ട്. നമുക്കറിയാം കേരളത്തിൽ വിവിധ മതവിശ്വാസികൾ വിവിധ ഘട്ടങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നവരാണ്. ചിലർ അന്നപാനീയങ്ങൾ പാടെ ഒഴിവാക്കുമ്പോൾ ചിലർ മാംസാദികൾ ഒഴിവാക്കുന്നു. പക്ഷേ അക്കാലത്തൊന്നും സ്കൂളുകളിലെ ഉച്ചഭക്ഷണം നൽകേണ്ടതില്ല എന്ന് ആരും പറയാറില്ല. ആവശ്യമുള്ളവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കാതിരിക്കാം. സുംബ ഫിറ്റ്നസ് ഡാൻസും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാനസികോല്ലാസത്തിനു വേണ്ടി, അവരുടെ ഉന്മേഷത്തിനു വേണ്ടി ഈ വ്യായാമ രീതിയിൽ പങ്കെടുക്കാം. ആരും ഏതു വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല. യൂണിഫോമിലാണ് കുഞ്ഞുങ്ങൾ ഇതിലെല്ലാം പങ്കെടുക്കുന്നത്. കലോത്സവങ്ങളിൽ അവർ ഒരുമിച്ച് പങ്കെടുക്കുന്നു. കലോത്സവ മാന്വലിൻ്റെ അധ്യായം 7 നമുക്കറിയാം അറബിക് കലോത്സവമുണ്ട്. അതിൽ ഖുർആൻ പാരായണം ഒരുമിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും പൊതുമത്സരമായി നടത്തുന്നു. നാടകമുണ്ട് അറബിക് കലോത്സവത്തിൽ, അതിലും കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുന്നു. ആരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വിദ്യാർത്ഥികളുടെ ഉന്മേഷത്തിന് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. അതിന് തുരങ്കം വെക്കാതെ അവർക്കൊപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.